ഇനി മുതൽ ഡിഫൻഡറും റോൾസ് റോയ്സും ജാഗറും റേഞ്ച് റോവറും അതേപോലെ വിസ്കി ജിന്നും ബ്രാൻഡായിട്ടുള്ള ജോണി വാക്കറും ശിവാശ്രീകളും ഗ്ലെൻഫിഡിച്ചും പോലത്തെ എല്ലാ ബ്രാൻഡ്സിൻ്റെയും വില കുറയാൻ പോവുകയാണ്. ആരെങ്കിലും ഡിഫൻഡറൊക്കെ മേടിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇപ്പം മേടിക്കേണ്ട, ഒരു 2 മാസം കഴിഞ്ഞിട്ട് മേടിച്ചാൽ മതി. ഒരു ട്രേഡ് പാർട്ട്ണർഷിപ്പ് ഡീൽ, ഒരു ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒരു ഡീൽ സൈൻ ചെയ്തിട്ടുണ്ട് UK-യും ഇന്ത്യയും തമ്മിൽ. വല്ലാത്തൊരു ഡീലാണ്. ഈ US താരിഫൊക്കെ വന്നതിന് ശേഷം മൊത്തം വേൾഡ് പൊളിറ്റിക്സിൽ ഈ ട്രേഡ് വാറുമാണ് മുഴുവൻ. USA-ക്കുള്ള എക്സ്പോർട്ട് നൈസായപ്പോൾ ഈ ബാക്കിയുള്ള രാജ്യങ്ങൾ ബാക്കി എവിടേക്കാണ് അയക്കാൻ പറ്റാതെ നോക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഓരോ ഡീറ്റെയിൽസ് ആയി നോക്കിക്കഴിഞ്ഞാൽ 90% UK ഗുഡ്സിന് ഇനി മുതൽ താരിഫ് വളരെ ലോ ആയിരിക്കും. 10 വർഷത്തിന് ശേഷം 85% UK ഗുഡ്സിന് 0 ആയിരിക്കും. അതായത് ഇനി മുതൽ UK എന്നൊരു സാധനം ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ 10 വർഷത്തിന് ശേഷം 0 ആയിരിക്കും. വിസ്കിയും ജിന്നിന്റെയും കാര്യം പറഞ്ഞു. അതിൽ 150% ആണ് ഇപ്പൊ താരിഫ്. ഒരു ബോട്ടിൽ ജോണി വാക്കർ എന്ന് പറഞ്ഞാൽ 150% അതിന്റെ പ്രൈസ് പോകുന്നത് ടാക്സ് ആയിട്ടാണ്. അത് ഇനി 75% ഉള്ളൂ, ഹാഫ് ആയി പ്രൈസ്. 10 വർഷത്തിൽ അത് 40% ആവും. അതേപോലെയാണ് കാറുകളുടെയും കാര്യം. ഈ ഡിഫൻഡറും റേഞ്ച് റോവറും ഈ ജാഗുറൊക്കെ വരുന്നത് 100-110% ആണ് അതിന്റെ താരിഫ്. അത് ഇനി വെറും 10% ആവും. എല്ലാ കാറുകൾക്കും ഇല്ല, അതിനൊരു കോട്ട സിസ്റ്റം അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഇപ്പം ഇല്ല. അത് മിക്കവാറും ഇങ്ങനെ കുറച്ച് വില കൂടിയ കാറുകൾക്കായിരിക്കും. ലക്ഷറിയും വില കൂടിയ കാറുകൾക്കും ഇത് മിക്കവാറും ഒരു 30-40 ലക്ഷം രൂപൻ്റെ മുകളിലുള്ള കാറുകൾക്കെല്ലാം ഇനി 10% ടാക്സ് ഉണ്ടാവുള്ളൂ. ഇതുമല്ല, കോസ്മെറ്റിക്സ്, എയറോസ്പേസ്, മെഡിക്കൽ ഡിവൈസസ്, സാൽമൺ, ബിസ്ക്കറ്റ്, ചോക്ലേറ്റ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഇതിനും ടാക്സ് കുറയാൻ പോവുകയാണ്. ഇനി ഇന്ത്യക്കാർക്ക് എന്താ ഗുണം? UK-കാർ എന്താണ് നമുക്ക് തരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 99% നമ്മുടെ എക്സ്പോർട്സിന് താരിഫ് ഇല്ലാതാക്കാൻ പോവാണ്. ഇനി മുതൽ ഡ്യൂട്ടി ഫ്രീ ആയിരിക്കും ടെക്സ്റ്റൈൽസ്, അപ്പാരൽസ്, ഫുഡ് വെയർസ്, കാർപ്പറ്റ്സ്. അതായത് നമ്മൾ അങ്ങോട്ട് അയക്കുന്ന സാധനങ്ങളൊക്കെ ഇനി ഡ്യൂട്ടി ഫ്രീ ആയിരിക്കും അയക്കാൻ. അതേപോലെ വേറൊരു ബെനിഫിറ്റ്, ഇപ്പൊ UK-യിൽ ഉള്ള ആൾക്കാരുണ്ടല്ലോ, ഓൾറെഡി ഉള്ളവർ, അവർക്ക് 3 വർഷത്തേക്ക് ഇവരുടെ ഒരു ഇൻഷുറൻസ്, ഒരു സംഭവം ഉണ്ട്, ഒരു ടാക്സ് ആയിട്ട് അടക്കേണ്ടത്. ആ ഇൻഷുറൻസ് ഇനി മുതൽ അടയ്ക്കണ്ട. അത് കാരണം ഇനി ഇന്ത്യൻ വർക്കേഴ്സിനെ കൂടുതൽ കമ്പനീസ് എടുക്കാൻ സാധ്യതയുണ്ട്. കാരണം എന്താണ്, ഈ ഇന്ത്യൻ വർക്കേഴ്സിനെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ ടാക്സ് അടയ്ക്കണ്ട. അപ്പൊ ആക്ച്വലി ബ്രിട്ടന്റെ വർക്കേഴ്സിന് അതൊരു അടിയാണ്. പക്ഷെ അവർക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട് ഇതുകൊണ്ട്. അവരുടെ എല്ലാ പ്രൊഡക്ട്സും ഇനി ഇന്ത്യയിലേക്ക് കയറ്റി വിടാലോ. പക്ഷെ ഒരു പ്രശ്നമുള്ളത് UK-യിൽ യൂണിയൻ വർക്കേഴ്സ് ഒക്കെ ഉണ്ട്, അവരൊക്കെ കുറച്ച് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അതൊന്നും വിഷയമല്ല. ഡീലൊക്കെ സൈൻ ചെയ്തു. ഇനി ഒരു 2-3 മാസത്തെ ഇംപ്ലിമെന്റ് ആവും. ഇംപ്ലിമെന്റ് ആയി കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ ഇനി ഇവിടെ നടക്കാനുണ്ട്.